ഇനി കുറെ ആൾക്കാർ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോസ് അയച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു യൂട്യൂബറാണ് ഡാനി സത്യൻ. പുള്ളിക്കാരൻ ഇത്ര മോശമായിട്ട് ഞാനൊരു സ്ത്രീയാണ് കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞു കേട്ടല്ലോ, ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ പെണ്ണുങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഞാനൊരു സ്ത്രീയാണെന്ന്. ഓക്കെ, അതും ചേച്ചി ഇവിടെ ആവർത്തിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്ത്രീയായിട്ടിരിക്കുന്ന സ്ത്രീയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയ കാണിച്ചു കൂട്ടുന്ന എല്ലാവരും കാണുന്നുണ്ട്. ജസ്റ്റ് ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്ത്രീയായിട്ടിരിക്കുന്ന ഈ സ്ത്രീ എന്തൊക്കെയാണ് കാണിക്കുന്നെന്നുള്ളത്. എന്റെ കുടുംബത്തിൽ ഞാൻ കേട്ടത്തില്ല ഇങ്ങനെയുള്ളവരെ ഒന്നും. ഗണേശാണ് ഇവിടെ മെയിൻ വിഷയം. അതാണ് ഞാൻ അങ്ങോട്ട് വരാം. അതിനു മുമ്പ് ചേച്ചിയുടെ ഒരു പഴയ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. ആണല്ലോ, സോഷ്യൽ മീഡിയ കൊണ്ടാണല്ലോ ജീവിച്ചു പോകുന്നത്. ഈ പുള്ളിയുടെ ഈ ലോങ് വീഡിയോക്കകത്ത് പറയുന്നുണ്ട് അവൻ അവിടെ ഇവിടെ ഒരു ക്ലിപ്പൊക്കെ വെച്ചിട്ട് അവൻ വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. നിന്നെപ്പോലുള്ളവന്മാരൊക്കെ വന്ന് സോഷ്യൽ മീഡിയ കള്ളങ്ങൾ പറയുമ്പോൾ അതിന്റെ ഓരോ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു വിടുന്നത്. നീയൊക്കെ കള്ളം പറയുന്നത് ഞങ്ങൾ അത് തിരുത്തി സത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വിടും. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തും പറയുന്നുണ്ട്. ബാക്കിയും കൂടെ കേൾക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണണം. അതിനകത്താണ് ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ വൈഫിനെ കുറിച്ച് പറയുന്നത്. പുള്ളിക്കാരിയാണ് തെറ്റുകാരി എന്നാണ് ഇവള് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ബൈക്ക് തെറ്റുകാരിയാണ് പറയും. കാരണം അവർക്ക് പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ പ്രധാനമനുസരിച്ച് നോക്കിയാൽ താഴെ ഏത് ആണിനും വേണ്ടിയും അല്ലാണ്ട് വൈഫായാലും ഹസ്ബൻഡ് ആയാലും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം, ശരീരം തീർക്കണം. ഒരു തെറ്റല്ല നമ്മുടെ ഈ പ്രധാനമനുസരിച്ച് നോക്കുമ്പോൾ. അവരാണ് തെറ്റിയത്. അവർ ഹസ്ബൻഡ് വൈഫ് പറഞ്ഞിട്ടുള്ള കാര്യം പബ്ലിക് സമയത്ത് തിരിച്ചു പറഞ്ഞ് നല്ല കാര്യമില്ലായിരുന്നു. അപ്പോൾ ചേച്ചി സോഷ്യൽ മീഡിയയിൽ കൊടുത്ത മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഗണേഷ് കുമാറിന്റെ വൈഫിന് അന്നുണ്ടായ അനുഭവം കാര്യങ്ങളൊക്കെ മൊത്തം നമ്മൾ കേട്ടതാണ്. സോഷ്യൽ മീഡിയ മൊത്തം അതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടതാണ്. അന്ന് അവർ ആ വീട്ടിൽ ചെന്ന സമയത്ത് മോശം ഒരു സാഹചര്യത്തെ അദ്ദേഹത്തിനെ കാണുകയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഇവർ വീഡിയോ കാര്യങ്ങൾ എടുത്തപ്പോൾ ഇവരെ തട്ടിപ്പറിക്കുകയും ഇവരെ പിടിച്ച് തെല്ലുകയും ഇവരെ പിടിച്ച് റൂമിലിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പോലീസിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പോലീസ് അവിടെ കേസ് എടുക്കാതെ തിരിച്ചു പോവുകയും ചെയ്തു. കാരണം ഗണേഷ് കുമാറിന്റെ വീടാണല്ലോ, ഇവിടെ നാട്ടുകാരാണ്, ഇവിടെ MLA ആണ് ഈ പറയുന്നത് ഗണേഷ് കുമാർ. അതേപോലുള്ള ഒരു ഫ്രോഡ് ശരിയാണെന്നും അവന്റെ വൈഫ് റോങ് ആണെന്നും ഇവിടെ എന്ത് മെസ്സേജ് സോഷ്യൽ മീഡിയ കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ഗൾഫിൽ അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഇവര്. അവർ തന്നെ ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയുള്ളവരൊക്കെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്നത് പറയുന്നുണ്ട്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ ഇവിടെ പ്രൊഫൈൽ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ മൊത്തം ഒന്ന് ശ്രീലക്ഷ്മി ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാണിക്കുന്നതൊക്കെ. ഇങ്ങനെയുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്കറിയത്തില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ഓപ്പണായിട്ട് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ, അതേ വിളിക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കിട്ടൂല. അവിടെ പോയി ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു എന്നുള്ളത്. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്.